$50 ലക്ഷം ഗോൾഡ് കാർഡ് ഇറക്കുന്ന കാര്യം ട്രംപ് ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഹാർവാർഡിലും സ്റ്റാൻഫോർഡിലും നിന്ന് ബിരുദം നേടുന്ന ഇന്ത്യക്കാരെ US കമ്പനികളിൽ ജോലിക്കെടുക്കാൻ നിർദ്ദിഷ്ട ഗോൾഡ് കാർഡ് വിസ ഉപകരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $50 ലക്ഷം ഗോൾഡ് കാർഡ് ഇറക്കുന്ന കാര്യം ട്രംപ് ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. US പൗരത്വത്തിലേക്കുള്ള പാതയാണ് ഈ വിസയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കമ്പനികൾക്ക് ഗോൾഡ് കാർഡ് വാങ്ങി ജോലിക്ക് ആളെ എടുക്കുന്നതിന് ഇത് ഉപയോഗിക്കാമെന്ന് ട്രംപ് പറഞ്ഞു. ഇപ്പോഴത്തെ കുടിയേറ്റ സമ്പ്രദായം അന്താരാഷ്ട്ര പ്രതിഭകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് US-ൽ തുടരുന്നതിനും ജോലി ചെയ്യുന്നതിനും തടസ്സമാകുന്നുവെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇക്കാരണത്താൽ പഠിച്ചിറങ്ങുന്ന ഒട്ടേറെ പ്രതിഭകൾക്ക് US വിടേണ്ടി വരുന്നു. ഇന്ത്യയിലേക്ക് പോകുന്ന അവർ അവിടെ ചെന്ന് ബിസിനസ് തുടങ്ങി കോടീശ്വരരാകുന്നു. ആയിരങ്ങൾക്ക് ജോലി കൊടുക്കുന്നു, ട്രംപ് പറഞ്ഞു. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ 1992-ൽ US കോൺഗ്രസ് നടപ്പാക്കിയ EB-5 വിസയ്ക്ക് പകരമാണ് ഗോൾഡ് കാർഡ് കൊണ്ടുവരുന്നത്. US-ൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി പത്രമായ ഗ്രീൻ കാർഡാണ് EB-5 വിസക്കാർക്ക് നൽകുന്നത്. US-ൽ $10,50,000 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കാൻ $8 ലക്ഷം ചെലവാക്കുന്നവർക്കാണ് EB-5 വിസ ലഭിക്കുക.